ഇത് ഹവായ് ബീച്ച് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുന്ന വണ്ടികൾ പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലങ്ങളാണത്. ഒരു തോടാണ് എൻ്റെ തൊട്ടടുത്ത് ആണ് ഹവായ് ബീച്ച്. ഹോബോ ബീച്ച്. എൻ്റെ ഫ്രണ്ട് വശമാണ് ഈ കാണുന്നത്. ലൈറ്റ് അവിടെ വരുന്ന ആൾക്കാരുടെ ചില ശില്പങ്ങളാണ്. ഇതെല്ലാം പോയി, കുറേയൊക്കെ പോയി. ഒരു പാലമാണ് ഉണ്ടാക്കിയത്, ലൈറ്റ് പാലം. മീൻ പിടിക്കണ വലയാണ്. ഈ കൊച്ചി അതിനകത്ത് കുടുങ്ങിപ്പോയി. ഇതൊരു ശില്പമാണ്. തെങ്ങിൻ്റെ കടയാണ്. ഇവിടെ കടലിൽ നിന്ന് അടിഞ്ഞ് കിട്ടിയതാണ്. അതുകൊണ്ടൊരു ശില്പം ഉണ്ടാക്കിയേക്കണേ. ഇതൊരു മരമുണ്ട്. ഒരു മരത്തിൻ്റെ ചെറിയ ശില്പങ്ങളൊക്കെയാണ്. ഞങ്ങൾക്ക് അതിന് ഊഹിച്ചെടുക്കാൻ എന്തെങ്കിലും പറ്റുമെങ്കിൽ എടുത്തു. അത്രയൊക്കെ ഉള്ളൂ. ആ സൈഡിൽ വലിയ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. ആ സൈഡിലോട്ട് ചേർന്ന് നല്ല മണൽത്തരികളാണ് ഇവിടെ. നീണ്ടു കിടക്കണ ഇങ്ങനെ മഴക്കാലം അല്ലാത്തതിൻ്റെ നല്ല രസമായിട്ട് കിടക്കുന്നത്. ചൂളമരം, കാറ്റാടി മരമൊക്കെ ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഒരു വഞ്ചിയാണ് പോകുന്നത്, ചെറിയൊരു മീൻപിടുത്ത വഞ്ചി. ഒരുപാട് ദൂരത്തിലേക്ക് അങ്ങനെ കിടക്കണേ, നീണ്ടു കിടക്കണേ. ടൂറിസം ശരിക്കും വികസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ വരാൻ ചാൻസുള്ള സ്ഥലങ്ങളാണ് നമ്മളെ കേരളത്തിലുള്ള ബീച്ചുകൾ. പക്ഷെ ഇത് ശരിക്കും ഒന്ന് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. വരുമാനം ഉണ്ടാക്കാൻ ഗവൺമെൻറ്റിന് ഇതൊക്കെ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബീച്ചിൻ്റെ വൃത്തിയും ഇതെല്ലാം കൂടി ശരിയായി വന്നാൽ ഇവിടെ നന്നായിട്ട് ടൂറിസം വികസിപ്പിച്ചെടുക്കാം.